ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉച്ചപൂജയ്ക്ക് ശേഷം കളഭം ചാർത്തി നിൽക്കുന്ന ഭഗവാന്റെ രൂപം അതിമനോഹരമാണ്. ഇന്നത്തെ അലങ്കാരം മനസ്സിനെ കുളിർപ്പിക്കുന്ന ദാമോദര രൂപമാണ്. ഉരലിൽ കെട്ടപ്പെട്ട ഉണ്ണിക്കണ്ണൻ്റെ ആനന്ദമയമായ ഭാവമാണ് ഇന്ന് ശ്രീലകത്ത് തെളിഞ്ഞു നിൽക്കുന്നത്. ഭഗവാന്റെ അരയിൽ ഒരു കയറ് ഇങ്ങനെ ബന്ധിച്ചിട്ടുണ്ട്. ആ കയറിൻ്റെ അറ്റം ഭഗവാന്റെ ഇടതുഭാഗത്തായിട്ട് ചെറിയൊരു ഉരലിൽ കെട്ടിയിട്ടിട്ടുണ്ട്. യശോദമ്മ ഉരലിൽ കെട്ടിയിട്ട് ദാമോദരനായിട്ടാണ് കണ്ണൻ ഇന്ന് ഭക്തർക്ക് ദർശനം നൽകിയത്. ഉരലിൽ കെട്ടപ്പെട്ട സങ്കടമൊന്നുമില്ലാതെ തന്നെ കയ്യിൽ വെണ്ണയുമായി ആനന്ദത്തിൽ നിൽക്കുന്ന കണ്ണനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലത് കയ്യിൽ ഓടക്കുഴൽ പിടിച്ചിരിക്കുന്നു. അതിങ്ങനെ അരയിൽ കുത്തിയിട്ട് ഇങ്ങനെ പിടിച്ചു നിൽക്കണ പോലെയാണ്. ഇടത് കൈ കൊണ്ട് വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉരലിൽ ബന്ധിക്കപ്പെട്ടിട്ടും യാതൊരു സങ്കടമോ പ്രശ്നങ്ങളോ ഒന്നുമില്ലാതെ അതീവ സന്തോഷത്തോടെ വെണ്ണ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പൊന്നുണ്ണി. അത് വാത്സല്യം കൊണ്ടുണ്ടായ ദേഷ്യമാണ് എന്ന് പൊന്നുണ്ണിക്ക് നന്നായിട്ട് അറിയാം. ഭഗവാന്റെ മാറിടത്തിൽ നോക്കി നോക്കൂ, 3 തിലകങ്ങൾ ഉണ്ട്. പിന്നെ കഴുത്തിൽ മാലകൾ ചാർത്തിയിരുന്നു. കഴുത്തിൽ വളയം പോലെയുള്ളൊരു മാലയും തോൾവളകളും കൈവളകളും ഭഗവാന് ചാർത്തിയിട്ടുണ്ട്. അരയിൽ മണിമണികളായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലാണ് കിങ്ങിണി ചാർത്തിയിട്ടുള്ളത്. തടിച്ചുരുണ്ട കുഞ്ഞിക്കാലുകളിൽ പൊൻതളകൾ അണിഞ്ഞിട്ടുണ്ട്. മനോഹരമായ പട്ടുകോണകം ധരിച്ച് തടിച്ച് ഉരുണ്ട ഒരു പൊന്നുണ്ണി കണ്ണനായിട്ടാണ് കണ്ണൻ ശ്രീലകത്ത് നിൽക്കുന്നത്. കണ്ണൻ്റെ കിരീടത്തിൽ നോക്കി നോക്കൂ, 3 തിരുമുടി മാലകളാണ് ചാർത്തിയിട്ടുള്ളത്. നന്ദ്യാർവട്ടം കൊണ്ട് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഒരു മാലയുണ്ട്. പിന്നെ തെച്ചിപ്പൂവ് മാത്രമുള്ളൊരു മാല ചാർത്തിയിട്ടുണ്ട്. പിന്നെ 2 കൂടി നന്ദ്യാർവട്ടവും തെച്ചിയും കൂടി ഇടകലർത്തി കെട്ടി ഉണ്ടാക്കിയിട്ടുള്ള 3ാമതൊരു തിരുമുടിമാല കൂടി ഉണ്ട്. പിന്നെ കഴുത്തിൽ ഉണ്ടമാലകളാണ് വനമാലയായിട്ട് ഇങ്ങനെ നീട്ടി ചാർത്തിയിട്ടിട്ടുള്ളത്. തുളസി, തെച്ചി, നന്ദ്യാർവട്ട പൂക്കൾ എന്നിവ കൊണ്ട് കോർത്ത മാലകളാണ് ഒന്ന്. പിന്നെ താമരപ്പൂക്കൾ മാത്രമുള്ള വേറൊരു മാലയും കൂടി ഭഗവാന്റെ പാദത്തോളം അതിങ്ങനെ നീണ്ടു കിടക്കുന്ന രീതിയിലാണ് ചാർത്തിയിട്ടുള്ളത്. വിധാനമായിട്ട് താമരയുടെയും തുളസിയുടെയും 6ഓളം ഉണ്ടമാലകളാണ് വേറെ ഇങ്ങനെ ചാർത്തിയിട്ടുള്ളത്. ഇങ്ങനെ തൂക്കിയിട്ട രീതിയിലാണ് ആ ഉണ്ടമാലകൾ ഉള്ളത്. പ്രപഞ്ചനാഥൻ ഒരു സാധാരണ ഉണ്ണിയെപ്പോലെ യശോദയുടെ സ്നേഹപാശത്തിന് കീഴടങ്ങുന്നതാണ് ദാമോദര രൂപത്തിൻ്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഭക്തിക്ക് മുന്നിൽ ഭഗവാൻ ബന്ധിതനാകുന്നു എന്ന് കാണിക്കുകയാണ് ഈ ദാമോദര രൂപം. ഉരലിൽ ബന്ധിക്കപ്പെട്ടിട്ട് ആ ഒരു അവസ്ഥയിലും കണ്ണൻ വെണ്ണ കഴിച്ച് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. ലൗകികമായ ബന്ധനങ്ങളിൽ പെട്ടാലും ആത്മീയമായ ആനന്ദം നമ്മൾ കൈവെടിയരുത് എന്നുള്ള വലിയൊരു പാഠമാണ് ഉണ്ണിക്കണ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. ഭഗവാന്റെ പാൽപുഞ്ചിരി ഭക്തരുടെ മനസ്സിലെ ഇരുളിനെ നീക്കി പ്രകാശം നിറയ്ക്കുന്നതാണ്. ഈ മനോഹരമായ ദാമോദര രൂപത്തെ ധ്യാനിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ സർവവും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നാരായണനാമം ജപിക്കാം. ഭഗവാന്റെ തൃപ്പാദങ്ങൾ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും ഭഗവാൻ സ്നേഹവും അനുഗ്രഹവും വർഷിക്കണമെന്നുള്ളതാണ്. നാരായണ നാരായണ നാരായണ. കൃഷ്ണ ഗുരുവായൂരപ്പ.